നമ്മൾ pTron എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നിരവധി പ്രോഡക്റ്റുകൾ ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു pTron പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതകൾ ഞാൻ കാണുന്നത് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പ്രൈസ് വളരെ കുറവായിരിക്കും. രണ്ടെന്ന് പറയുന്നത് ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. അതാണ് ഈ pTron എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രത്യേകത. അത്തരത്തിൽ pTron ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് pTron Bassbuds വേവ്, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. 999 രൂപയ്ക്കാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് വിൽക്കുന്നത്. അതും ബ്ലൂടൂത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ബ്ലൂടൂത്ത് 5.3 ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ്. എനിവേ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത്തരം ഒരു ബോക്സിനകത്താണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. ഇവിടെ pTron എന്ന് എഴുതിയിട്ടുണ്ട്, പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Bassbuds വേവ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ എൻവയോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇതിനകത്തൊരു മൂവി മോഡ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇതുപോലെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വരാം. ആദ്യം പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് ഇതുപോലെ ഇതിൻ്റെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷനൊക്കെ ലഭിക്കേണ്ടുന്ന ഒരു QR കോഡൊക്കെ കൊടുത്ത ഒരു പേപ്പർ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ദേ ഇരിക്കുന്നു ഇയർ ബഡുകൾ. 2 ഇയർ ബഡ് ഇവിടെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു ചാർജിങ് കേസ് ഇവിടെ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു. അതുപോലെ ഇത് ചാർജ് ചെയ്യാനായിട്ട് USB Type-C ചാർജിങ് പോർട്ടാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. സാധാരണ ഈ പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് മൈക്രോ USB ആണ് പല ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളും നൽകുന്നത്. പക്ഷേ ഇവിടെ Type-C ചാർജിങ് പോർട്ട് നൽകിയിട്ടുണ്ട്. ആ സെയിം കവറിനകത്ത് തന്നെ ഒരു 2 ജോഡി എക്സ്ട്രാ ഇയർ ടിപ്പുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലാർജ് സൈസും സ്മോൾ സൈസും. മീഡിയം സൈസാണ് ഈ ഒരു ഹെഡ്സെറ്റിനകത്ത് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇയർ ബഡുകളാണ്. അതുകൊണ്ട് തന്നെ ചെവിയിൽ അവ വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോക്സിനകത്ത് ഉള്ളത്. അപ്പോൾ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൻ്റെ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിന് കൊടുക്കുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് കേട്ടോ. ഈ ഒരു സാധനം കയ്യിലുണ്ടെന്ന് പോലും പറയത്തില്ല. നമ്മൾ ഈ പഞ്ഞിയുടെയൊക്കെ പീസ്, ഇത്രയുള്ളൊരു പീസ് കയ്യിലെടുത്ത് വെച്ചാൽ എങ്ങനെയാണ് എൻ്റെ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നത്? അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവയുടെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 7.8 ഗ്രാം ഭാരം മാത്രം. ഈ ഒരു സ്റ്റെമ്മിൻ്റെയൊക്കെ സൈസ് നോക്കിയാൽ വളരെ ചെറിയൊരു സൈസാണ്. അതിനകത്ത് pTronൻ്റെ ഒരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷേപ്പാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന്, പറയാതെ വയ്യ. ഇവിടെ അതുപോലെ റൈറ്റ് എന്നും ഇവിടെ ലെഫ്റ്റ് എന്നും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ചെവിയിലേക്ക് വെച്ചപ്പോൾ തന്നെ പുറത്തുനിന്നുള്ള സൗണ്ടിനെ നല്ല രീതിയിൽ അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലാണ് നമ്മളത് ചെവിയിലേക്ക് വെച്ചാൽ നമുക്കത് കാണാൻ സാധിക്കുന്നത്. ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങിയിരുന്നോളും. ഒരുപാട് വലിയ സൈസൊന്നുമില്ല ഈ ഒരു സ്റ്റെമ്മിനൊക്കെ, അതുകൊണ്ട് തന്നെ വൃത്തിയേടില്ല. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് എന്തായാലും pTron Bassbuds വേവ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ചാർജിങ് കേസിനകത്തും pTronൻ്റെ ലോഗോയും ആ ഒരു പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് കേസ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ പറഞ്ഞാൽ ഈ പ്രൈസിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ ഈ ചാർജിങ് കേസിനകത്തേക്ക് നമുക്ക് ഈ ഇയർ ബഡുകൾ ഇതുപോലെ ഇറക്കി വെച്ച് വേണം ഇത് ചാർജ് ചെയ്യാനായിട്ട്. ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ചാർജിങ് ഇൻഡിക്കേഷൻ LED ലൈറ്റുകൾ ഓരോ ഇയർ ബഡിലും നമുക്ക് ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ചാർജിങ് കേസിൻ്റെ ബാക്കിൽ ഇത്തരത്തിൽ ഇത് ചാർജ് ചെയ്യാനായിട്ട് USB Type-C ചാർജിങ് പോർട്ട് നൽകിയിരിക്കുന്നു. അതിനോടൊപ്പം ഒരു ചാർജിങ് ഇൻഡിക്കേറ്ററും ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ ഓക്കെ. ഈ പ്രൈസ് റേഞ്ചിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമ്മൾ ഈ ഒരു ചാർജിങ് കേസ് കണ്ടില്ല, ഇങ്ങനെ ചരിച്ച് വെച്ചാൽ പോലും ആ ഒരു ഇയർ ബഡുകൾ അതിൽ നിന്ന് വീഴുകയില്ല, തെന്നി വീഴുകയില്ല, കറക്റ്റായിട്ട് അറ്റാച്ച് ആയി ഇരുന്നോളും. മൊത്തത്തിൽ അതിൻ്റെ ഒരു ഫിറ്റിങ്ങും ഒക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ ചെവിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ഫിറ്റാണ്. തെറിച്ച് പോകുന്നൊന്നും പേടിക്കേണ്ട, നല്ല ഫിറ്റ്. ഇയർ ബഡ് അല്ലേ, അപ്പോൾ ചെവിക്കുള്ളിലേക്ക് ഇരിക്കുന്നതുകൊണ്ട് തന്നെയും തെറിച്ച് പോകുന്നൊന്നും പേടിക്കേണ്ട. ഇനി നമുക്കിതൊന്ന് പെയർ ചെയ്ത് നോക്കാം ഫോണുമായിട്ട്. ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഏരിയ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ഇതിനകത്ത് ഫോണിനകത്ത് തന്നെ ഇതുപോലെ pTron ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പെയറിംഗ് വളരെ എളുപ്പമാണ്, വളരെ ഫാസ്റ്റായിട്ട് തന്നെ പെയർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് വെർഷൻ ലേറ്റസ്റ്റ് 5.3 ആണ് ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ നിരവധി ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവയെല്ലാം ബ്ലൂടൂത്ത് വെർഷൻ 5, 5.1, 5.2 ഒക്കെ വന്നിട്ടുള്ളൂ. പക്ഷേ ആദ്യമായിട്ടാണ് ഇതുപോലെ 5.3 വരുന്നത് ഒരു പ്രോഡക്റ്റിൽ എന്നുള്ളതും, അതും ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ എന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ ഇതിൻ്റെ ലോ ലേറ്റൻസി, അതായത് നമ്മൾ ഇത് കണക്ട് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുമ്പോൾ നമ്മൾ കാണുന്ന വിഷ്വലും കേൾക്കുന്ന സൗണ്ടും തമ്മിലുള്ള ഡിലേ പരമാവധി കുറച്ചുകൊണ്ട് 50 മില്ലി സെക്കൻഡ് ആക്കി കുറച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ലോ ലേറ്റൻസി ഈ ഒരു ഹെഡ്സെറ്റ് നമുക്ക് സമ്മാനിക്കും. അതുപോലെ ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ ചെവിക്കകത്തേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ പുറത്തുനിന്നുള്ള സൗണ്ടിനെ ഇത് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. എൻവയോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ
ചെവി അടച്ചു പിടിക്കുന്ന ഒരു രീതിയാണ് ഇത് ചെവിയിലേക്ക് വയ്ക്കുമ്പോൾ. പുറത്തുനിന്നുള്ള സൗണ്ട് നമ്മളെ ശല്യപ്പെടുത്താത്ത രീതിയിൽ നല്ല രീതിയിൽ പാട്ടുകൾ ഒക്കെ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ ഇത് സഹായിക്കും. അതുപോലെ സ്മാർട്ട് വോയിസ് അസിസ്റ്റൻറ്റ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇൻവോക്ക് ചെയ്യാൻ സാധിക്കും. സാധാരണ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഹെഡ്സെറ്റുകളിലൊക്കെ മൈക്രോ USB ചാർജിങ് പോർട്ടാണ് സാധാരണ കണ്ടുവരാറുള്ളത്. പക്ഷേ ഇവിടെ USB Type C ചാർജിങ് പോർട്ട് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടി എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതുപോലെ ഇതിനകത്തുള്ള ഡൈനാമിക് ഡ്രൈവറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8mm ആണ്. അപ്പോൾ 8mm സൈസിലുള്ള ഡൈനാമിക് ഡ്രൈവറുകളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇത് IPX4 വാട്ടർ പ്രൂഫാണ്. അതായത് നമ്മൾ രാവിലെയൊക്കെ ചെവിയിലൊക്കെ ഇത് വെച്ചുകൊണ്ട് ഒന്ന് ജോഗിങ്ങിന് പോകുമ്പോൾ അല്പം വിയർപ്പ് ഇതിനകത്തേക്ക് ഇറങ്ങിയാലോ, അല്ലെങ്കിൽ ഒരു ചെറിയ ചാറ്റൽ മഴ പെയ്ത് അല്പം മഴവെള്ളം ഇതിനകത്തേക്ക് ഇറങ്ങിയാലോ ഒന്നും യാതൊരു പ്രശ്നവും ഇത് ഉണ്ടാക്കില്ല. ഓരോ ഇയർബഡിലും 40 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. ചാർജിങ് കേസിനകത്താട്ടെ 300 mAh ബാറ്ററി കപ്പാസിറ്റിയും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് മാക്സിമം 40 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ പ്ലേ ബാക്ക് ടൈം നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ 40 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം കിട്ടുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്, അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നുള്ളതാണ്. അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിതിൻ്റെ പാട്ട് ഇതിനകത്ത് കേട്ടോണ്ട് ഇരുന്നിട്ട് സത്യം പറഞ്ഞാൽ കേട്ടുകൊണ്ടങ്ങ് ഇരുന്ന് പോയി. അതിമനോഹരമായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച സൗണ്ട് ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് തരുന്നുവെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കേട്ടിട്ട് നല്ല ബാസുണ്ട്, നല്ല വോളിയമുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല വോളിയമുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരാൾക്ക് ഇത് ഈസി ആയിട്ട് റെക്കമെൻഡ് ചെയ്യാമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ എനിക്കിതിനകത്ത് തോന്നിയ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മികച്ച സൗണ്ട് ക്വാളിറ്റി എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നൽകുന്നുണ്ട്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു വലിയ പ്രീമിയം ഹെഡ്സെറ്റിൻ്റെ ബിൽഡ് ക്വാളിറ്റി പ്രതീക്ഷിക്കരുത്. സൗണ്ട് ക്വാളിറ്റി മികച്ചത് തന്നെയാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ്. നല്ല ബാസുണ്ട്, നല്ല വോളിയമുണ്ട്. തീർച്ചയായിട്ടും പരിഗണിക്കാം ഈ ഒരു pTronൻ്റെ ബാസ്ബഡ്സ് വേവ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഈ ഒരു ഇയർബഡിനകത്ത് ടച്ച് കൺട്രോൾസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇത്തരത്തിൽ റൈറ്റ് സൈഡിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് ഇതുപോലെ മാറുന്നതായിട്ട് കാണാം. കണ്ടില്ലേ? ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് മാറും. അതുപോലെ സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ പോസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ പ്രീവിയസ് ട്രാക്കിലേക്ക് മാറാൻ ഇത്തരത്തിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. പ്ലേ പോസ് ചെയ്യാൻ സിംഗിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലേ പോസ് ചെയ്യാനും സാധിക്കും. മാത്രമല്ല ഈ ഒരു റൈറ്റ് സൈഡിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൂവി മോഡിലേക്ക് ഈ ഒരു ഇയർബഡ് മാറും. മൂവി മോഡിലേക്ക് ചെല്ലുമ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞ 50 മില്ലിസെക്കൻഡ് എന്ന് പറയുന്ന ലോ ലേറ്റൻസി മോഡിലേക്ക് മാറുന്നത്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സിനിമയെ കാണുമ്പോൾ ഈ കേൾക്കുന്ന സൗണ്ടും അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ടും കാണുന്ന വിഷയം തമ്മിലുള്ള ആ ഒരു ലേറ്റൻസി ഈ മൂവി മോഡിൽ 50 മില്ലിസെക്കൻഡിലേക്ക് കുറയും. അതുപോലെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ഇയർബഡിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലെ വോയിസ് അസിസ്റ്റൻറ്റ് ഇൻവോക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ സാംസങ് ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ബിക്സ്ബി, ആമസോൺ അലക്സ, ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇതിനകത്ത് ഏതാണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ നമ്മുടെ ഫോണിനകത്തേക്ക് ആ ഒരു സെലക്ട് ചെയ്ത വോയിസ് അസിസ്റ്റൻറ്റ് ഇതുപോലെ ഇൻവോക്ക് ആവും. അപ്പോൾ നമുക്കിതുപോലെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിൽ കൈ കൊണ്ട് തൊടാതെ ഫോണിനെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ വോയിസ് അസിസ്റ്റൻറ്റ് കൊണ്ട് കൺട്രോൾ ചെയ്യാനും ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് കൊണ്ട് സാധിക്കും. അപ്പോൾ ഒരു ഇൻട്രഡക്ടറി ഓഫർ എന്ന നിലയിൽ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഇപ്പോൾ 999 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പിന്നീട് ഇതിൻ്റെ വില 1299 രൂപയിലേക്ക് വില കൂടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ നമുക്കിത് 999 രൂപയ്ക്ക് വാങ്ങാം എന്നുള്ളത് പ്രത്യേകതയാണ്. അതുപോലെ ഈ ഒരു ഇയർബഡ് കണ്ടില്ലേ, ഇത് മാഗ്നറ്റിക്കലി പരസ്പരം അറ്റാച്ച് ആകുന്നുണ്ട് നമ്മൾ കയ്യിലൊക്കെ ഇതുപോലെ വയ്ക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ അങ്ങനെ അറ്റാച്ചായി ഇരുന്നുള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തൊക്കെ ഇരിക്കുമ്പോൾ രണ്ടും കൂടി ഇരുന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്പ്ലേസ് ആകില്ല. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. മനോഹരമായ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. മികച്ച പ്രൈസിങ്, വാല്യൂ ഫോർ മണിയാണ്.